ഹലോ, നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒബ്വിയസ്ലി കോണർ മെക്ഗ്രഗർ വേഴ്സസ് ചാൻഡലർ ആണ്. കോണർ മെക്ഗ്രഗറിൻ്റെ റിട്ടേൺ ആണ്. പിന്നെ ചാൻഡലർ കുറേ അധികം സമയമായി, വർഷങ്ങളായി കോണറിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഓക്കെ, ഇതൊരു വലിയ സംഭവമായിരിക്കും. അപ്പോൾ നേരിട്ട് തന്നെ പ്രിഡിക്ഷൻ എന്ന് പറയാനാണെങ്കിൽ കോണർ മെക്ഗ്രഗർ ചാൻഡലർ അല്ലേ, എനിക്ക് തോന്നുന്നത് ചാൻഡലറിനാണ് കൂടുതൽ ചാൻസസ് ഉള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അങ്ങനെയാണ് കണ്ടീഷനെങ്കിലും വേറൊരു സത്യാവസ്ഥ കൂടിയുണ്ട്. ഈ ഫൈറ്റ് ഇൻട്രസ്റ്റിംഗ് ആവുന്നത് ചാൻഡലർ കാരണമല്ല. ജയിക്കുന്ന ഒരുപക്ഷെ ചാൻഡലർ ആയിരിക്കും, പക്ഷേ ഈ ഫൈറ്റ് ഇൻട്രസ്റ്റിംഗ് ആവുന്നത് ചാൻഡലർ കാരണമല്ല. അതാണ് മറ്റൊരു പ്രത്യേകത. ഈ ഫൈറ്റ് ഇൻട്രസ്റ്റിംഗ് ആവുന്നത് കോണർ മെക്ഗ്രഗർ കാരണമാണ്. അദ്ദേഹത്തിന് തിരിച്ചുവരവ്, അദ്ദേഹം ഇപ്പോൾ നിൽക്കുന്ന ലെവൽ, ഞാൻ എപ്പോഴും പറയുന്ന പോലെ അദ്ദേഹത്തിന് സത്യം പറഞ്ഞാൽ ഫൈറ്റ് ചെയ്യേണ്ട ആവശ്യം തന്നെ ഇല്ല. അത്രയ്ക്കധികം വലിയ പൊസിഷനിലാണ് പുള്ളി നിൽക്കുന്നത്. ചാൻഡലറും അതിനുവേണ്ടിയാണ് വെയിറ്റ് ചെയ്തത്. കാരണം കോണർ മെക്ഗ്രഗറിൻ്റെ കൂടെ ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഒരുപക്ഷെ പല തലമുറയ്ക്കുള്ളത് ചാൻഡലർ ഉണ്ടാക്കും. അതുകൊണ്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഫൈറ്റ് എല്ലാവരും കാണാൻ പോകുന്നത്, ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുന്നത്, എക്സൈറ്റിംഗ് ആയിരിക്കുന്നത് കോണർ മെക്ഗ്രഗർ കാരണമാണ്. കോണർ മെക്ഗ്രഗർ വലിയൊരു ശതകോടീശ്വരനാണ്. ഏതെങ്കിലും ശതകോടീശ്വരന്മാർ വന്ന് ഫൈറ്റ് ചെയ്യാനായിട്ട് ഈ സ്പോർട്ട്, ഒരു സ്പോർട്ടും കളിക്കില്ല, അത് ഇതുപോലൊരു സ്പോർട്ടിൽ UFC പോലൊരു തരത്തിൽ വന്ന് കളിക്കുമോ, ചിന്തിക്കുക പോലുമില്ല. പലരും റിട്ടയർ ആവും. പക്ഷേ കോണർ മെക്ഗ്രഗർ വേറൊരു ജെനിസാണ്. പിന്നെ എന്തുകൊണ്ടാണ് ചാൻഡലറിനെ ഞാൻ ഫേവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ. ചാൻഡലർ ഇപ്പോൾ ഇൻഫോമിൽ നിൽക്കുന്ന ഒരു ഫൈറ്റർ, ഇൻഫോം എന്ന് പറഞ്ഞാൽ ഇൻ ലൈനിൽ നിൽക്കുന്ന, ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ഫൈറ്ററാണല്ലോ. അപ്പോൾ ഡെയിലി കണ്ടീഷനിങ് ഉണ്ട്, പുള്ളി കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, പുള്ളി ഫീൽഡിലാണല്ലോ, പുള്ളി എങ്ങും പോയിട്ടില്ല. അതേസമയം കോണർ മെക്ഗ്രഗർ എന്നല്ല, നമുക്കൊരു വർഷങ്ങൾക്ക് മുമ്പ് തന്നെ UFC എല്ലാം വിട്ട് ബോക്സിങ്ങിലേക്ക് പോയി, പിന്നീട് തിരിച്ചു വന്നു, പിന്നെയും ഡിസ്കണ്ടിന്യൂ ചെയ്തു, അങ്ങനെയല്ലേ. അപ്പോൾ അങ്ങനെയാണ് കാര്യം. അതുകൊണ്ടാണ് ചാൻഡലർ ഉരുക്കാണ്, ഭയങ്കര എക്സ്പ്ലോസീവ് വെയിറ്റ് ട്രെയിനിങ്ങും എല്ലാ ദിവസവും ഉരുക്ക് ട്രെയിനിങ്ങാണ്. പുള്ളിയുടെ ഇൻസ്റ്റ നോക്കി അറിയാമല്ലോ. അതുകൊണ്ടാണ് ചാൻഡലറിനെ ഫേവർ ചെയ്യുന്നത്. പിന്നെ ഈ ഫൈറ്റ് എങ്ങനെ നടക്കുക, എനിക്ക് തോന്നുന്നു ചാൻഡലറിൻ്റെ ഒരു എക്സ്പ്ലോസീവ്നെസ് ഉണ്ടായിരിക്കും, ഒരു പൊട്ടിത്തെറി. അങ്ങനെ ആയിരിക്കുമോ, അതോ ചാൻഡലർ നോക്കി കളിക്കുമോ, എന്തുവാണെന്ന് പറഞ്ഞേതാ. എന്തായാലും കോണർ മെക്ഗ്രഗർ എന്ത് ചെയ്യുമെന്നുള്ള, ചാൻഡലർ എന്ത് ചെയ്യുമെന്നുള്ള നമുക്ക് അറിഞ്ഞുകൂടാ. എന്ത് ചെയ്താലും കോണർ മെക്ഗ്രഗർ അതിനെ എങ്ങനെ ഡീൽ ചെയ്യും, കോണർ മെക്ഗ്രഗർ എന്തൊക്കെ ഇതാണ് യൂസ് ചെയ്യാൻ പോകുന്നത്, ബോക്സിംഗ് ആണോ, കിക്സ് ആണോ, റെസ്ലിംഗ് ആണോ, എന്താണ് യൂസ് ചെയ്യാൻ പോകുന്നത് അറിയത്തില്ല. കോണർ മെക്ഗ്രഗർ ഏത് സ്റ്റൈലിലായിരിക്കും വരുന്നത് ഒന്നും അറിയത്തില്ല. അതാണ് പറഞ്ഞാൽ ഈ ഫൈറ്റ് നമ്മൾ കാണാൻ പോകുന്നത്, ലോകം ഉറ്റുനോക്കുന്നത് കോണർ മെക്ഗ്രഗർ ഉള്ളതുകൊണ്ടാണ്. ഇത് മിക്കവാറും എല്ലാ റെക്കോർഡ്സും ഭേദിക്കും. കാരണം കോണർ മെക്ഗ്രഗർ ഇപ്പോൾ ശതകോടീശ്വരനായ ബിസിനസ്മാൻ മാത്രമല്ല, സിനിമാ നടൻ കൂടിയാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു വേറൊരു സിനിമ, ഇപ്പോൾ ഉള്ള റോഡ് ഷോ അങ്ങനെ ഒരു സിനിമ ഉണ്ടായിരുന്നല്ലോ, അത് മാത്രമല്ല വേറൊരു സിനിമയും കൂടെ വരുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇനിയും സിനിമ ലൈനിലുണ്ടായിരിക്കും. അപ്പോൾ ഒരു നടനും കൂടിയാണ്, റെയർ ബ്രീഡാണ്. സോ അങ്ങനെ ഒരു പ്രത്യേക കണ്ടീഷനാണ്. എന്താണത്, ജയിക്കുന്ന ഒരുപക്ഷെ ചാൻഡലർ ആയിരിക്കാം, പക്ഷേ ഈ ഫൈറ്റ് ലോകമെമ്പാടും ഹിറ്റാകാൻ പോകുന്നത്, ഇൻട്രസ്റ്റിംഗ് ആകുന്നത് കോണർ മെക്ഗ്രഗർ കാരണമാണ്. യാതൊരു സംശയമില്ല. ഇത് ചാൻഡലറിനും അറിയാം, എല്ലാവർക്കും അറിയാം. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ അറിയിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ഇൻസ്റ്റ ഒന്ന് ഫോളോ ചെയ്യുക, Deepak_Ashokan ഇൻസ്റ്റ. അവിടെ നമുക്ക് കണ്ടുകൂട്ടാം. അവിടെ നമ്മൾ MMA കണ്ടൻറ്റ്സ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ബൈ ഗൈസ്, ടേക്ക് കെയർ.